ഓഗസ്റ്റ് 14 19-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. മത്തായി 19 3 മുതൽ 12 വരെ വാക്യങ്ങൾ. ഹോളിവുഡിൽ ബന്ധങ്ങൾക്ക് പലപ്പോഴും ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയേക്കാൾ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകാറുണ്ട്. സെലിബ്രിറ്റി വിവാഹങ്ങൾ ഒരു കൊടുങ്കാറ്റിലെ കാർഡുകൾ പോലെ വീണു പോകുന്നത് പോലെ കാണപ്പെടുന്നതിൽ അതിശയിക്കാനില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നല്ല ഭംഗിയോടെ ആരോഗ്യകരമായ സ്നേഹം നിലനിൽക്കുന്ന ഒത്തിരി പ്രശസ്ത സിനിമ ജോഡികളുണ്ട്. മെറിൽ സ്ട്രീപ്പ് എന്ന ആക്ട്രസ് ഹോളിവുഡിലെ മികച്ച നടിമാരിൽ ഒരാളാണ്. അവർ വെള്ളിത്തിരയിലെ രാജ്ഞിയായിരിക്കാം, പക്ഷേ തൻ്റെ ഭർത്താവ് ഡോൺ ഗമറുമായി ശാന്തവും സ്വകാര്യമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. പരസ്പരം പരിചയപ്പെട്ട് 6 മാസത്തിനകം മെറിലും ഡോണും 48 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1978 സെപ്റ്റംബറിൽ വിവാഹിതരായി. അവർക്ക് 4 കുട്ടികളുണ്ട്. ഇന്ന് ഫരിസേയർ യേശുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വരുന്നു. അവർ അവനോട് ചോദിക്കുന്നു, ഒരു പുരുഷൻ ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകൾ വായിച്ചിട്ടില്ലയോ? ആദ്യം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് ഒരു സ്ത്രീയോട് ചേരുന്നു. അവർ ഇരുവരും ഒരു ദേഹമായി തീരുന്നു. ദൈവം യോജിപ്പിച്ചത് വേർപെടുത്തരുത്. എന്നാൽ ഫരിസേയർ യേശുവിൻ്റെ മറുപടിയിൽ തൃപ്തരായില്ല. മോശ ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് വിവാഹമോചന പത്രം നൽകാൻ കൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചു. യേശു അവരുടെ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം നൽകിയില്ല. മറിച്ച് മോശ വിവാഹമോചനം അനുവദിച്ചത് ജനങ്ങളിലുള്ള ഹൃദയകാഠിന്യം നിമിത്തമാണെന്ന് അവൻ അവരോട് പറഞ്ഞു. അവിടുന്ന് കൂട്ടിച്ചേർത്തു, ഒരാൾ തൻ്റെ ഇണയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നത് അത് വ്യഭിചാരമാണ്. വളരെ ശക്തവും അസ്വസ്ഥതയുളവാക്കുന്നതുമായ വാക്കുകളാണിത്. ഇന്നത്തെ ലോകത്ത് പ്രതിബദ്ധത നന്നായി പോകുന്നിടത്തോളം കാലം മാത്രമേ ചില ബന്ധങ്ങൾ നിലനിൽക്കൂ എന്ന പ്രവണതയുണ്ട്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അകന്നു പോകാൻ നാം പ്രലോഭിതരായേക്കാം. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളെയും വളരെ ഗൗരവമായി എടുക്കാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. സത്യത്തിൽ ആഴമേറിയതും സ്നേഹനിർഭരവുമായ പ്രതിബദ്ധതയാണ് നമുക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം. അതെ, വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പലപ്പോഴും നമ്മൾ മെസ്സപ്പ് ചെയ്യും. എന്നിരുന്നാലും സ്നേഹവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഒരു ബന്ധം, വിവാഹം, സൗഹൃദം, കുടുംബം, സഭാ സമൂഹം എന്നിവ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.